ബട്ട് ഈ ആഴ്ചയിൽ ഒരു വട്ടം തുണി കഴുകുന്നതുകൊണ്ട് ഒരുപാടുണ്ടായിരുന്നു. ഇന്ന് തുണി കഴുകി ഉണക്കാനായിട്ട് ഡ്യൂട്ടിക്ക് ഇറങ്ങി നേരെ പോകുന്ന വഴി വാഴയിലയിൽ ഒരു ഉഗ്രൻ ഊണും കഴിച്ചു. എന്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമാണിത്. അങ്ങനെ ഊണും കഴിഞ്ഞ് ഓർഡർ എടുക്കാനായി പോയി. എന്റെ ബാഗിൽ ആകെ ഉണ്ടായിരുന്നത് 150 രൂപ. അതും കൊണ്ട് നേരെ പോയി പെട്രോൾ പമ്പിൽ എണ്ണ അടിച്ചു. ഊണ് കഴിക്കാനുള്ള പൈസ തന്നത് എന്റെ ഒരു ചങ്ങായാണ്. അങ്ങനെ ആദ്യത്തെ ഓർഡർ കിട്ടിയത് ഇൻസ്റ്റാമാർട്ടിലായിരുന്നു. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഫ്ലാറ്റിലേക്കായിരുന്നു ആദ്യം ഓർഡർ. അത് കഴിഞ്ഞുള്ള രണ്ടാമത്തെ ഓർഡർ ലോങ് ഓർഡർ ആയിരുന്നു. കോഴിക്കോട് ടൗണിൽ നിന്നും ഏലത്തൂർ എന്ന സ്ഥലത്ത് കടലിന്റെ വക്കത്തുള്ള ഒരു സ്ഥലമാണിത്. എന്തായാലും ഇതുവരെ വന്നതല്ലേ, കടൽ കാണാണ്ട് പോകണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ പോയി കണ്ടതോ കക്കയുടെ വേസ്റ്റ്. ആകെ മൊത്തം മലിനമായിരുന്നു. ചൂട് കാരണം എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഹെഡ്സെറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടും വെച്ച് ഡ്യൂട്ടി ചെയ്യുക. അധികം സൗണ്ട് ഒന്നും വേണ്ട. ശ്രദ്ധ രണ്ട് മിററിലുമായിരിക്കണം. പണ്ട് കാലത്ത് പാടത്തും വരുമ്പത്തും പാട്ട് പാടിയല്ലേ ജോലി ചെയ്തിരുന്നു. അതിന്റെ പൊരുൾ ഇപ്പോഴാണ് മനസ്സിലായത്. എത്ര കഷ്ടപ്പാടുള്ള ജോലിയും സിമ്പിളായി തോന്നും. അങ്ങനെ അടുത്ത ഓർഡർ ഫലൂദ നേഷൻ ആയിരുന്നു. ആ ഷോപ്പിനുള്ളിൽ കയറി ഇറങ്ങാനേ തോന്നിയില്ലായിരുന്നു. പുറത്തുള്ള ചൂട് കൊണ്ട് AC കൊണ്ടിരിക്കാൻ തോന്നി. അങ്ങനെ സമയം 4:30 ആയി. അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടെങ്കിലും ചായ കുടിക്കാൻ തോന്നിട്ടു. നമ്മൾ പാലക്കാട്ടുകാർ അങ്ങനെയാണ്, ഏത് പൊരിവേലത്തും ചായ കുടിക്കും. ആ കടയിലാണെങ്കിൽ ഒരുപാട് വെറൈറ്റി കടികളുണ്ടായിരുന്നു. വാങ്ങി കഴിക്കാനൊക്കെ തോന്നിയെങ്കിലും ബഡ്ജറ്റ് ഇല്ല. അത് കഴിഞ്ഞ് ബീച്ചിന്റെ സൈഡ് പോകുമ്പോഴാണ് ഒരു കൊക്ക് ചേട്ടനെ കണ്ടത്. ആരെയും പേടിക്കാണ്ട് അവിടെ ഇരിക്കുന്നത്. ഇന്ന് ഒരുപാട് വട്ടം വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ. ബഡീസ് പൊരിയും വെയിലാണ്, വെള്ളം കുടിക്കണേ എല്ലാവരും. അങ്ങനെ എന്റെ ലഞ്ച് ടൈമായി. നല്ല വിശപ്പ് കാരണം കിടുക്കാച്ചി ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ലെഗ് പീസ് പ്രാന്തമാർ? എവിടെ പോയി ബിരിയാണി പറയുകയാണെങ്കിലും ലെഗ് പീസ് പറയും. എന്റെ നാട്ടിലുണ്ട് എനിക്കൊരു അനിയേട്ടൻ. സ്വന്തമല്ലേലും സ്വന്തം പോലെ ഒരു ഏട്ടൻ. എവിടെ പോയി ബിരിയാണി ഓർഡർ ചെയ്താലും ലെഗ് പീസ് പ്രത്യേകം പറയും. അങ്ങനെ സമയം 11 കഴിഞ്ഞ് 12 ആവാറായി. അത്യാവശ്യം നല്ല ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പൈസ ആവുന്നില്ല. അതും കഴിഞ്ഞ് ഞാൻ കണ്ടത് ഒരു ദയനീയമായ കാഴ്ചയാണ്. എങ്ങനെ ഉറങ്ങുന്നോ എന്തോ, ഞാൻ കുറച്ചു നേരം റോഡ് സൈഡ് ഇരിക്കുമ്പോഴേ കൊതുകിന്റെ ശല്യം കൊണ്ടുപോയി. അവരുടെ കാര്യം ഓർത്തപ്പോൾ എല്ലാം സങ്കടമായി. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നാറുണ്ട്. എല്ലാത്തിനും ബഡ്ജറ്റ് വേണം ബഡീസ്. അങ്ങനെ ഡ്യൂട്ടി ഓഫ് ആക്കി നേരെ റൂമിലേക്ക് തിരിച്ചു.